ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കൊല്ലം അഞ്ചൽ കാച്ചാണിൽ വീട് ജപ്തി ചെയ്ത് കേരള ബാങ്ക്. കാച്ചാണി നിശാഭവനിൽ ജിഷയുടെ വീടാണ് കേരള ബാങ്ക് ജപ്തി ചെയ്തത്. പശു വളർത്തലിനായി ബാങ്കിൽ നിന്ന് എടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതോടെയായിരുന്നു ബാങ്കിന്റെ നടപടി. പ്രതിഷേധവുമായി എത്തിയ AYF പ്രവർത്തകർ വീടിന്റെ പൂട്ട് പൊളിച്ചു. AV ജയശങ്കറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ജയശങ്കർ, എത്രത്തോളം ബാധ്യതയുണ്ട് ഇതിൽ? ഒപ്പം ഈ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അവരുടെ ഒരു സാഹചര്യം എന്താണ്? കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കേരള ബാങ്ക് അധികൃതർ കൊല്ലം അഞ്ചൽ കാച്ചാണിയിൽ വീട് ജപ്തി ചെയ്യാനായി എത്തിയത്. ഈ ഘട്ടത്തിൽ വീട് ജപ്തി ചെയ്യുകയും വീട് പൂട്ടുകയും ചെയ്തു. പിന്നീടാണ് AYF പ്രവർത്തകർ ഇങ്ങോട്ട് എത്തുകയും ഈ വീടിന്റെ പൂട്ട് കത്തി ഉപയോഗിച്ചുകൊണ്ട് വെട്ടിപ്പൊളിക്കുകയും ചെയ്തത്. ഈ ഒരു സ്ത്രീ പശു വളർത്തലിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കേരള ബാങ്കിൽ നിന്ന് 10 ലക്ഷത്തോളം രൂപ എടുക്കുന്നത്. പിന്നീട് ഈ പണം തിരിച്ചടയ്ക്കാനായില്ല. തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ ഇവർ പശുക്കളെ വാങ്ങി. പക്ഷേ പശുക്കൾ ചത്തുപോകുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടി ആ പണം തിരിച്ചടയ്ക്കാനായില്ല. നിശാഭവനിൽ ജിഷയുടെ വീടാണ് ഇത്തരത്തിൽ കേരള ബാങ്ക് അധികൃതർ വന്ന് കഴിഞ്ഞ ദിവസം ജപ്തി നടപടി നടത്തിയത്. ഇതാണ് എന്തായാലും ഈ AYSF പ്രവർത്തകർ എത്തി വീടിൻ്റെ പൂട്ടുൾപ്പെടെ പൊളിച്ചത്. എന്തായാലും ഈ സുപാൽ MLA ഉൾപ്പെടെ ഈ വിഷയത്തിൽ നിലവിൽ ഇടപെട്ടിട്ടുണ്ട്. കേരള ബാങ്ക് അധികൃതർ നിലവിൽ പറയുന്നത് താൽക്കാലികമായി ജപ്തി നടപടികൾ നിർത്തിവെച്ചു എന്നാണ് MLA ഇടപെട്ടതോടുകൂടി പറയുന്നത്. എന്തായാലും ഈ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സാധാരണക്കാരെയൊക്കെ ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാക്കണം, ഇളവുകളൊക്കെ നൽകണമെന്നൊരു കാര്യം മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്. അപ്പോഴാണ് ഈ സഹകരണ മേഖലയിലുള്ള കേരള ബാങ്ക് തന്നെ ഇത്തരത്തിൽ ജപ്തി ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും താൽക്കാലികമായ ഒരു ആശ്വാസം എന്ന രീതിയിൽ ഈ ജപ്തി നടപടികൾ ബാങ്ക് MLA ഉൾപ്പെടെ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിർത്തിവെച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയും ജപ്തി നടപടിയൊക്കെയായി വരികയാണെങ്കിൽ കർശനമായി മുന്നോട്ട് പോകുന്നതാണ് യുവജന സംഘടനകളൊക്കെ പറയുന്നത്. AYF പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഇവരുടെ പൂട്ട് പൊട്ടിച്ച് ഇവരെ എന്തായാലും വീട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട്. കുട്ടികളൊക്കെയുള്ള ഒരു സാധാരണ നിർധന കുടുംബമാണ്. പശു വളർത്തലിന് വേണ്ടിയാണ് ബാങ്കിൽ നിന്ന് പണം കടമെടുത്ത് 10 ലക്ഷത്തോളം രൂപ എടുത്തു. പിന്നീട് ഇത് തിരിച്ചടയ്ക്കാനാകാതെ വന്നതോടുകൂടിയാണ് ബാങ്ക് ജപ്തി നടപടികളിലേക്ക് പോയത്. എന്തായാലും താൽക്കാലിക ആശ്വാസം കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. MLAയുടെ ഉൾപ്പെടെ ഇടപെടൽ കുടുംബത്തിന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഇനി ബാങ്ക് എന്ത് തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയേണ്ടതുള്ളത്. തീർച്ചയായിട്ടും എന്തായാലും താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം എന്നുള്ളത് MLA അടക്കം ഇടപെട്ടിട്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട് ജപ്തി നടപടി എന്നുള്ളതാണ്. AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.